ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ആപ്പിൾ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് കേട്ടോ ഞാൻ ഇന്ന് കസ്റ്റമൈസേഷൻ കുർത്തീസ് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു സൈസ് കസ്റ്റമൈസ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ റെഡി സ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ XXL വരെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ മീഡിയം ഉണ്ടാവില്ല, സ്മോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കളക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും 4XL 5XL സ്മോളോ എക്സ്ട്രാ സ്മോളോ കിഡ്സിന് വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ്ഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുർത്തി വന്നിട്ട് നമ്മൾ പല കളറിൽ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് കാണുന്ന കുർത്തി നല്ല ഡാർക്ക് ബ്ലൂ കളറിലുള്ള കുർത്തിയാണ്. നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്തിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിയുടെ സ്ലീവിൻ്റെ എൻഡിലും അത് കൂടാതെ സ്ലീവ് ഫുള്ളും നമ്മൾ സ്പ്രെഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ കുറച്ച് തിക്കായിട്ട് തന്നെയാണ്, ചെസ്റ്റിൽ കാണുന്ന ആ ഒരു മോഡലിൽ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു A-ലൈൻ മോഡലിൽ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കാണുന്ന കുർത്തി വന്നിട്ട് പാനൽ കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പാനൽ കട്ടിലാകുമ്പോൾ റേറ്റ് അത്യാവശ്യം കൂടും കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ A-ലൈൻ മോഡലിലോട്ട് ആക്കിയാൽ മതി. A-ലൈനിലോട്ട് ആക്കിയാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദുപ്പട്ടയുടെ വൺ സൈഡ് വർക്ക് ഉണ്ട്, സ്കാലപ്പ് വർക്ക് ഉണ്ട്, അതുകൂടാതെ സ്പ്രെഡിങ് വർക്ക് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നെറ്റ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പെറൻറ്റ് മോഡലിലാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് നെക്കിൻ്റെ ആ ഭാഗത്ത്. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏത് കുർത്തീസിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് അറിയേണ്ടത്, ആ ഒരു കുർത്തിയുടെ ഫോട്ടോ, അതായത് ഇപ്പോൾ കുർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൗൺ ആയിക്കോട്ടെ, ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് വാട്സപ്പ് അയച്ചു തരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ റേറ്റ് പറയാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ റേറ്റ് പറഞ്ഞു പോവാത്തത് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ചിലപ്പോൾ അംബ്രല ഗൗൺ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് സ്ലിറ്റഡിലോട്ടാക്കിയാൽ ചെറിയ വ്യത്യാസം വരും. അതുപോലെ തന്നെ വിത്ത് ഷോൾ ഉൾപ്പെടെ ആകുമ്പോൾ അതിൻ്റെ ചാർജും കൂടി വരും. ടോപ്പ് ഉള്ളിയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓഫറിന് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹെവി പാർട്ടി വെയർ ഗൗണാണ്. ഇതൊരു ബ്രൈഡിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നെറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെ വെഡ്ഡിങ് സാറ്റിനാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റിഫ് നെറ്റ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് അത്രയും പൊങ്ങി നിൽക്കണ്ടെന്ന് പറഞ്ഞാണ് സ്റ്റിഫ് നെറ്റ് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഗൗണിൻ്റെ താഴെ സ്റ്റിഫ് നെറ്റ് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഹെവി പാർട്ടി വെയർ ആണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നെക്കിലൊക്കെ ആ ഒരു സെയിം പാറ്റേൺ വരുന്ന രീതിയിൽ തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. A-ലൈൻ മോഡലിലാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ പ്ലെയിൻ ദുപ്പട്ട ആയതുകൊണ്ടാണ് കാണിക്കാത്തത്, ടോപ്പ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കത് മേടിക്കാം കേട്ടോ. ഇപ്പോൾ ടോപ്പ് മാത്രമായിട്ട് വേണോ ദുപ്പട്ട കൂടി പെയർ ചെയ്ത് ഞങ്ങൾ നൽകണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഡ്രസ്സ് നമ്മളെപ്പോഴും കാണിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് വീണ്ടും വീണ്ടും ഓർഡർ വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചാണ് കേട്ടോ. ഇത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം ഹെവി ഹാൻഡ് വർക്ക് വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്തു കൊടുത്തിട്ടുള്ളത് ആക്ട്രസ് അമൃതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വിത്ത് ദുപ്പട്ടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ്. നെക്സ്റ്റ് കാണുന്ന ഡ്രസ്സും വന്നിട്ട് ഇതിൻ്റെ കൂടെ ദുപ്പട്ടയുടെ വൺ സൈഡ് വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ്. സ്ലീവിൻ്റെ എൻഡിൽ കൂടി നമ്മൾ മാച്ചിങ് വരുന്ന രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് A-ലൈൻ ടോപ്പായിട്ടോ അല്ലെങ്കിൽ സൈഡ് സ്ലിറ്റ് ആയിട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1650 ആണ് കേട്ടോ. അതായത് സൈഡ് സ്ലിറ്റ് അല്ലെങ്കിൽ A-ലൈൻ ടോപ്പ് വിത്ത് ദുപ്പട്ട വൺ സൈഡ് വർക്ക് റേറ്റ്. അംബ്രല ആകുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാനൽ കട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാനൽ കട്ടിന് റേറ്റ് അത്യാവശ്യം വരും കേട്ടോ. അതേസമയം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മതിയെന്നാണെങ്കിൽ A-ലൈനിലോ അംബ്രല മോഡലിലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ റേറ്റ് അത്യാവശ്യം കുറവിന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ജോർജറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷോളിൻ്റെ വൺ സൈഡ് വർക്കും സ്പ്രെഡിങ്ങും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൽ കണ്ടോ ആ ലൈൻ പോലെ ഫുള്ള് വർക്ക് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ നല്ല തിക്കായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പ്രെഡിങ് കൂടാതെ ഷോളിൽ ഞാനിപ്പോൾ കാണിച്ചുണ്ടോ ആ ലീഫ് പോലെ അതുകൂടി സ്പ്രെഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതേ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ഡ്രസ്സാണ്. ബ്ലാക്ക് ടോപ്പിൻ്റെ ദുപ്പട്ട ഓർഗൻസ ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഓർഗൻസ ദുപ്പട്ടയുടെ വൺ സൈഡ് സ്കാലോപ്പ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു അംബ്രല ഗൗണാണ്. നല്ല ഫ്ലെയറിലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചെസ്റ്റിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ആ ഹിപ്പിൻ്റെ ഭാഗമില്ലേ കട്ടിങ് വന്നിരിക്കുന്നത്, അവിടെ നല്ല തിക്ക് വർക്കിൽ തന്നെ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും നമ്മൾ അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്ലീവ് ഫുള്ളും സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് കസ്റ്റമൈസ്ഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഏത് സൈസ് വേണം, ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നല്ല ഫ്ലെയറിൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ആ അത്രയും ഫ്ലെയർ വേണ്ട ഏലൈനായിട്ട് മതി എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതായത് ഇപ്പോൾ ഡമ്മിയിൽ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, ആ ഒരു ഡ്രസ്സിൻ്റെ കളർ ചേഞ്ചാണ്. നല്ല ഡാർക്ക് ബ്ലൂവിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ദുപ്പട്ടയുടെ വൺ സൈഡ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ ഷോർട്സിൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം, 1650 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് സ്ലിറ്റഡ് അല്ലെങ്കിൽ ഏലൈൻ ടോപ്പ് വിത്ത് ദുപ്പട്ട വൺ സൈഡ് വർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്